നീണ്ടകര ഹാർബർ ഉപരോധിച്ചു. BJP നീണ്ടകര ഏരിയ കമ്മിറ്റിയാണ് ഉപരോധം നടത്തിയത്. ഫിഷറീസ് വകുപ്പിന്റെയും കോസ്റ്റൽ പോലീസ് സ്റ്റേഷന്റെയും അനാസ്ഥയും കെടുകാര്യസ്ഥതയും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. ഫിഷറീസ് വകുപ്പിന്റെയും കോസ്റ്റൽ പോലീസ് സ്റ്റേഷന്റെയും അനാസ്ഥയും കെടുകാര്യസ്ഥതയും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് BJP നീണ്ടകര ഏരിയ സമിതിയുടെ നേതൃത്വത്തിലാണ് ഉപരോധം സംഘടിപ്പിച്ചത്. കൊല്ലം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് S. പ്രശാന്ത് ഉപരോധം ഉദ്ഘാടനം ചെയ്തു. ഭർത്താവും മകനും നഷ്ടപ്പെട്ട മകന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ അവർ ഡിമാൻഡ് ചെയ്തില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് തിരച്ചിൽ അവസാനിപ്പിച്ചതിന് ശേഷം ഇവിടെ ഓഫീസിൽ വന്ന് സംസാരിച്ചതിന് ശേഷമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി തിരയുവാൻ അവരുടെ തിരച്ചിൽ പുനരാരംഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമെങ്കിലും തുടങ്ങിയത്. അതോടൊപ്പം തന്നെ ആദരണീയനായ രാജ്യത്തിന്റെ മന്ത്രി ശ്രീ സുരേഷ് ഗോപിയും BJPയും ഇടപെട്ടത് കൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ സംവിധാനങ്ങൾ ഈ നാട്ടിലെത്തുകയും അവരെ തിരയുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഉണ്ടാക്കുകയും ചെയ്തു. ഇതൊക്കെ കണ്ടിട്ടും കാണാതെ കണ്ണടച്ചിരിക്കുന്ന ഒരാൾ ഇന്നിവിടെ വരികയാണ്. കേരളത്തിന്റെ ഫിഷറീസ് വകുപ്പ് മന്ത്രി എന്നാണ് പറയുന്നത്. മുസ്ലിം ലീഗ് ചോദിച്ചു മേടിച്ച വകുപ്പാണ് ഫിഷറീസ്. മത്സ്യത്തൊഴിലാളികൾക്ക് ഇത്തരത്തിലുള്ള ദുരന്തമുണ്ടാകുമ്പോൾ ആ ദുരന്ത മുഖത്തെത്തി ഒന്ന് ആശ്വസിക്കുവാൻ, ഒരു വർത്തമാനം പറയുവാൻ കഴിവില്ലാത്ത ഒരു മത്സ്യവിഭവ മന്ത്രിയായിട്ട് ഈ കേരളത്തിന്റെ ഫിഷറീസ് വകുപ്പ് മന്ത്രി മാറിയെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി കേരളത്തിന്റെ മത്സ്യ മന്ത്രി മാറുന്നു എന്നുള്ളതാണ് ഈ നീണ്ടകരയിലെ ദുരന്തമടക്കം നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വരാൻ പോകുന്ന നാളുകൾ ഇല്ലെങ്കിൽ ഈ ദുരന്തം ഇത് അവസാനത്തേതായിരിക്കണം. ഏരിയ പ്രസിഡന്റ് R. ഹരികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കൊല്ലം വെസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് KR. രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. നമുക്കറിയാം, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ടതായിട്ടുള്ള ഈ നീണ്ടകര പ്രദേശത്തെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് 3 പേർ മത്സ്യബന്ധനത്തിന് വേണ്ടി പോകും. ആ പോകുന്ന ബോട്ടിൽ ഒരു അപകടമുണ്ടാകുന്നു. ആ 2 പേരെ മരണപ്പെട്ട നിലയിലേക്ക് കാണുകയും ആ ചെറുപ്പക്കാരനായിട്ടുള്ള യുവാവായിട്ടുള്ള ആ ഗൗതം കൃഷ്ണ എന്ന ചെറുപ്പക്കാരനെ കഴിഞ്ഞ 11 ദിവസക്കാലമായി കാണാൻ ഈ നാടിന്റെ ഭരണഘടനയനുസരിച്ച് ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി എല്ലാ ജനങ്ങളുടെയും ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഒരു ഗവൺമെന്റ്. ആ ഗവൺമെന്റ് ഈ വിഷയത്തെ എത്ര ലാഘവത്തോടുകൂടി കണ്ടതാണ്, എത്ര ലാഘവത്തോടുകൂടിയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചത് എന്ന് നമുക്ക് വ്യക്തമാകുന്ന വാക്കുകളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശന്റെ ഭാഗത്തു നിന്ന്. കേരളത്തിന്റെ ബഹുമാന്യായിട്ടുള്ള മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത്, ഈ മത്സ്യത്തൊഴിലാളി മരണപ്പെട്ടതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ബോട്ടിന്റെ അപകടം ഉണ്ടായതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത്, കേരളത്തിൽ മത്സ്യത്തൊഴിലാളികൾ മരണപ്പെടുന്നത് ആദ്യമല്ല, ബോട്ടപകടം ഉണ്ടാകുന്നത് ആദ്യമല്ല. കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് 100 കണക്കിന് പേർ ഇതുവരെ മരണപ്പെടുകയും കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഗവൺമെന്റ് വന്നപ്പോ ഇതൊരു പുതുമയല്ല എന്നുള്ളതാണ് പറഞ്ഞത്. BJP സംസ്ഥാന കൗൺസിൽ അംഗം ശ്രീകുമാർ വടക്കേമുറി, മെമ്പർമാരായ C. കൃഷ്ണകുമാർ, T. ദീപുദാസ്, ചവറ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് U. ഗോപകുമാർ, ജില്ലാ സെക്രട്ടറി അഞ്ജന സുരേഷ്, ഏരിയ ജനറൽ സെക്രട്ടറി രാജേഷ്, ജില്ലാ കമ്മിറ്റി അംഗം S. മന്മഥൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് സുദർശനൻ ഉപ്പൂട്, ഏരിയ വൈസ് പ്രസിഡന്റ്മാരായ P. പ്രദീപ്, വിജയൻ പുത്തൻതുറ, മണ്ഡലം കമ്മിറ്റി അംഗം സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.